നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം പുഴുങ്ങിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലത്തെ ഒരു കറുത്ത കളറിലൊരു പൂവ് ഉണ്ടാവുമല്ലോ, ആ പൂവൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ പഴത്തിൻ്റെ ആ നടുവിലത്തെ പൂവൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പഴുത്ത പഴത്തിനേക്കാളും നല്ലത് ചെനച്ച പഴം പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമാവും. ഇപ്പോൾ പഴുത്ത പഴം കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ട് കുറച്ച് അവലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഉരുട്ടിയിട്ട് ബോളാക്കി എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവൽ ചേർത്ത് കൊടുത്തത്. നിങ്ങളിപ്പോൾ ചെനച്ച പഴം എടുക്കുകയാണെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ അവലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവൽ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റൊക്കെ കൂടാനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ ചേർത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ ഒട്ടും തന്നെ പൊട്ടി പോവാതെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 തുള്ളി വാനില എസൻസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കും. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലെ നിങ്ങൾ പഴുത്ത പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചേർത്തിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റവയോ അല്ലെങ്കിൽ അവലോ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമുക്കിങ്ങനെ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഒരു 20 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം എല്ലാ ബോൾസും. ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നും കൂടി സെറ്റാക്കാനായിട്ട് വയ്ക്കാം. ഈ ബോൾസൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായിട്ടൊന്ന് ഇത് കലക്കിയെടുക്കണം. അത്യാവശ്യം ലൂസാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബോളൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി കൈകൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല റസ്കിൻ്റെ പൊടി പോലെ നല്ല കരികരിപ്പായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാ ബോൾസും അതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറും. നമ്മൾ ഈ ബോൾസൊക്കെ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂട്ടിയിട്ടിട്ട് വറുത്തെടുക്കരുത്. അതുപോലെ തന്നെ ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കിയും കൊടുക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിത് മറിച്ചും തിരിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അവലും അതുപോലെ തന്നെ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെനച്ച പഴമാണ് എടുക്കണമെങ്കിൽ അവൽ ചേർക്കേണ്ട, കോൺഫ്ലവർ മാത്രം ചേർത്തിട്ട് എടുത്താൽ മതി. കോൺഫ്ലവർ എന്തായാലും ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. തരി ഇല്ലാത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിനായിട്ട് നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പഴുത്ത പഴം ചേർത്തിട്ട് വറുത്താലും ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. ഈ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് എണ്ണ കുടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്